തോക്കിൻ മുനയിൽ തട്ടിക്കൊണ്ടുപോയി 2 വർഷം ക്രൂരമായ പീഡനത്തിനിരയായ പാക് ക്രൈസ്തവ പെൺകുട്ടിക്ക് ഒടുവിൽ മോചനം. 2023 മെയ് 24 രാത്രിയാണ് 14 വയസ്സുള്ള പാകിസ്ഥാനി ക്രൈസ്തവ പെൺകുട്ടിയായ മുസ്കാൻ ലിയാഖത്തിന്റെ ജീവിതം മാറിമറിഞ്ഞത്. ഷെയ്ഖ്പുര ജില്ലയിൽ മുരിദ്കയിലുള്ള വീട്ടിൽ നിന്ന് മുഹമ്മദ് അദ്നാനും പിതാവ് മുഹമ്മദ് ആരിഫും ചേർന്ന് തോക്കിൻ മുനയിൽ മുസ്കാൻ ലിയാഖത്തിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ചില പേപ്പറുകളിൽ മുസ്കാന്റെ വിരലടയാളം ഫലമായി എടുത്ത ശേഷം മുസ്കാൻ ഒരു മുസ്ലിമായി മാറിയെന്നും അദ്നാൻ ഭർത്താവാണെന്നും അവർ പറഞ്ഞു. തുടർന്ന് സാൽവേഷൻ ആർമി അംഗമായ മുസ്കാൻ തുടർച്ചയായി ലൈംഗിക അതിക്രമത്തിനും ക്രൂരമായ മർദ്ദനത്തിനും ഇരയായി. 2024 മുസ്കാൻ ഗർഭിണിയാണെന്നും 4-ാം മാസത്തിൽ അദ്നാന്റെ കഠിനമായ പീഡനത്തെ തുടർന്ന് ഗർഭം അലസിപ്പോയി. ഒരിക്കൽ മുസ്കാന് തന്റെ മൂത്ത സഹോദരിയെ ഫോണിൽ വിളിച്ച് അവരുടെ സ്ഥലത്തെക്കുറിച്ചും തന്നെ തട്ടിക്കൊണ്ടുപോയവരുടെ പേരുകളെക്കുറിച്ചും അറിയാൻ അവസരം കണ്ടെത്തിയപ്പോഴാണ് അവരുടെ കുടുംബത്തിന് മുസ്കാനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഈ സമയം മുസ്കാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചെങ്കിലും അവർക്കെതിരെ മൊഴി നൽകിയാൽ മുസ്കാനെയും കുടുംബാംഗങ്ങളെയും കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തതെന്നും അദ്നാനെ വിവാഹം കഴിച്ചതെന്നും കോടതിയിൽ പറയാൻ മുസ്കാൻ നിർബന്ധിതയായി. മുസ്കാനെ നിയമ നടപടിയിലൂടെ രക്ഷിക്കാൻ കുടുംബം നടത്തിയ ശ്രമം കൂടുതൽ ക്രൂരമായ മർദ്ദനത്തിലേക്ക് നയിച്ചു. ഇരുമ്പ് വടി ഉപയോഗിച്ച് അദ്നാൻ ഇടതുകൈ ഒടിച്ചു. കഴിഞ്ഞ ജൂൺ 3 മുസ്കാന്റെ പ്രാർത്ഥനകൾക്ക് ഒടുവിൽ ഉത്തരം ലഭിച്ചത്. അന്ന് ആരുമില്ലാത്ത സമയത്ത് മുസ്കാൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. വ്യാജ വിവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്നാൻ വീണ്ടും തന്റെ മക്കളെ കൊണ്ടുപോകുമോ എന്ന് ഭയന്ന് പിതാവ് ലിയാഖത്ത് മാസിക് ക്രിസ്ത്യൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും അഭയം നൽകുന്ന ഒരു പാരാലീഗൽ സംഘടനയായ ക്രിസ്ത്യൻ ത്രൂ സ്പിരിറ്റിന്റെ സഹായം തേടിയിരിക്കുകയാണിപ്പോൾ. 2 വർഷം തടവിൽ കഴിഞ്ഞ പെൺകുട്ടി കടുത്ത മാനസികവും ശാരീരികവുമായ ആഘാതത്തിലാണ്. സുഖം പ്രാപിക്കാൻ സമയമെടുക്കും. പക്ഷേ കർത്താവ് അവളെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്ന് അവൾക്ക് വിശ്വാസമുണ്ട്, സ്വപ്ന പറഞ്ഞു. ഓപ്പൺ ഡോറിന്റെ 2025 വേൾഡ് വാച്ച് പട്ടികയിൽ ഒരു ക്രൈസ്തവനായി ജീവിക്കാൻ ഏറ്റവും പ്രയാസമുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ 8-ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.